ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് ആണെന്ന് കാണിക്കുന്നത്. ആകെ മെസ്സിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഒരു 1 മന്തൊക്കെ ആയി നമ്മൾ ക്ലീൻ ചെയ്തിട്ട്. കുറച്ച് തിരക്കായം കൊണ്ട് അതിലോട്ട് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആകെ അലങ്കോലമായി കിടക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതൊക്കെ ഉണ്ടോ, നാരങ്ങയൊക്കെ ഉണങ്ങി ക്യാപ്സിക്കൊക്കെ കരിഞ്ഞ് കിടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കേട്ടോ. നമ്മളെടുത്ത് കഷ്ണം മുറിച്ച് വെച്ചതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നന്നായി ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യണേ. കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതൊക്കെ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടില്ലല്ലേ. അപ്പോൾ ഒന്ന് നമുക്ക് സെറ്റാക്കാം അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങളൊക്കെ അത് വിളിച്ച് വരുത്തും. എന്നിട്ട് ഇതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തോട്ട് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഓരോന്നോരോന്ന് മാറ്റി വെക്കണം. ഒരുപാട് ഒഴിവാക്കാനുള്ളതും എല്ലാവരും പറഞ്ഞ മാതിരി കുറേ തേങ്ങയും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തൊന്ന് ഒഴിവാക്കണം. വേണ്ട സാധനങ്ങളൊക്കെ ഒഴിവാക്കി വേണ്ട സാധനങ്ങളൊക്കെ കഴുകിയിട്ട് നമുക്ക് ഈ ട്രേ ഒക്കെ കഴുകി എടുത്ത് വെക്കാം കേട്ടോ. എൻ്റെ ഫ്രിഡ്ജിന് ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അതിൻ്റെ ആ പാക്കിൽ പോണ വേസ്റ്റ് വാട്ടർ അതിൻ്റെ ഉള്ളിൽ പോകാതെ ഉള്ളിൽ കൂടെ തന്നെ വരിക. കൊണ്ട് ആകെ മിസ്സായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളും അതിൻ്റെ സൈഡൊക്കെ നല്ല ഞാൻ തുടച്ചെടുക്കുകയാണ്. ഞാൻ വിനാഗിരിയും നമ്മൾ ബേക്കിംഗ് സോഡയും കുറച്ച് ലെമനും ഒഴിച്ചിട്ട് ആ ലിക്വിഡും കൊണ്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത് കേട്ടോ. ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ സാധനവും ഡോർമത്തെയും വലിച്ചിട്ടിട്ടില്ല. ആദ്യം ഉള്ളത്തെ തുടച്ചിട്ട് പിന്നെ ഡോറിലെല്ലാം എടുത്ത് വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാനത് ഓരോ ഭാഗം വിനിഗറും പിന്നെ ബേക്കിംഗ് സോഡയൊക്കെ ആയിട്ടുള്ള ആ ഒരു ലിക്വിഡ് കൊണ്ട് തുടച്ചെടുക്കുകയാണ്. അതിൻ്റെ സൈഡിലൊക്കെ ഞാൻ പറഞ്ഞ ആ ഹോള് കാണുന്നിടത്തോടെ പോകേണ്ട വെള്ളം ഉള്ളിലൂടെ ഒലിച്ച് വരികയാണ്. അതുകൊണ്ട് ആകെ നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് ഒന്ന് തുടച്ചെടുക്കുകയാണ് ഞാൻ കേട്ടോ. കൂട്ടുകാരെല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂട്ടുകാരെ ഒരു ലൈക്ക് ചെയ്തിട്ട് ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനും മറക്കരുത് കേട്ടോ.
അങ്ങനെ അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് നന്നായി തുടച്ചെടുത്ത് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ട്രേ കാര്യങ്ങളൊക്കെ പുറത്ത് കഴുകി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ട്രേ ഒക്കെ നല്ല വെള്ളം ഒഴിച്ച് കഴുകി അതിൻ്റെ വിനീഗർ ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെയുള്ളത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.